നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പവർ ഉപയോഗിക്കുന്ന സോഴ്സുകളെ പറ്റി, അതുപോലെ തന്നെ പവർ ജനറേഷൻ്റെ ടൈപ്പ്, എനർജി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് പവർ സ്റ്റേഷൻ ടൈപ്സിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഡിഫൈൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒരു ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അതിൻ്റെ സൈറ്റ് ചോയ്സിനെ പറ്റിയാണ്. അതെങ്ങനെയാണ് സൈറ്റ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ്. ചിത്രരൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചർച്ച ചെയ്യണം. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യണത്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ജനറേഷൻ സ്റ്റേഷൻ വിച്ച് യൂട്ടിലൈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ അറ്റ് എ ഹൈ ലെവൽ ഫോർ ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ജനറേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കെട്ടി നിർത്തിയ വാട്ടറിൻ്റെ ഹൈ ലെവലിൽ നമ്മൾ കെട്ടി നിർത്തിയ വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്ന പവർ സ്റ്റേഷനെ പറഞ്ഞ പേരാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പോൾ നമ്മളൊരു ഡാം ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളം കെട്ടി നിർത്തും. എന്നിട്ട് ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് ഒരു വാട്ടർ പൈപ്പിലൂടെ താഴേക്ക് ഒഴുക്കുമ്പോൾ ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ കൈനറ്റിക് എനർജിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റും. ടർബൈൻ ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റും. അതിനെ പിന്നെ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി ആൾട്ടർനേറ്റർ മാറ്റിയിട്ടാണ് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യിക്കണം. അപ്പോൾ നോക്കാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആർ ജനറലി ലൊക്കേറ്റഡ് ഇൻ ഹിൽ ഏരിയ. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമ്മൾ ഉണ്ടാവുക എന്തായിരിക്കും? മലകളുടെ ഏരിയയിലായിരിക്കും. അപ്പോൾ തന്നെ അവിടെ ഒരു ഡാം നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വാട്ടർ അവിടെ തടഞ്ഞു നിർത്തിയൊരു റിസർവോയർ ഉണ്ടാക്കും. അങ്ങനെ ഈ ഡാമിൽ തന്നെ വാട്ടർ എന്ത് ചെയ്യും? ഈ ഡാമിലുള്ള വാട്ടറിനെ നമ്മൾ വാട്ടർ ടർബൈനിലേക്ക് കൊണ്ടുവരും. എന്ത് ചെയ്യും? വാട്ടർ ടർബൈൻ ഇത് നമ്മൾ താഴേക്ക് വരുമ്പോഴേ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഹൈഡ്രോളിക് എനർജി, ഈ കൈനറ്റിക് എനർജിയെ എന്താക്കിയിട്ട് മാറ്റും? ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഓൺ ദ ടർബൈൻ ഷാഫ്റ്റ്. ടർബൈൻ ഷാഫ്റ്റിൽ മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. ഈ ടർബൈൻ ഡ്രൈവ്സ് ആൾട്ടർനേറ്റർ. ഈ ടർബൈൻ്റെ ഈ മെക്കാനിക്കൽ എനർജി എന്ത് ചെയ്യും? ആൾട്ടർനേറ്ററിനെ കറക്കും. അപ്പോൾ എന്ത് ചെയ്യും? കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നത്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമ്മുടെ ഫ്യൂവലുകൾ, റിസർവ് ഫ്യൂവലുകൾ, കോളും അതുപോലെ തന്നെ ഓയിലും ഒക്കെ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വെരി പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. ഇനി ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. പവർ സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സൈറ്റ് ചോയ്സ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണുള്ളതെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് തന്നെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. വാട്ടർ ആണ് നമ്മുടെ ആവശ്യം. ഈ വാട്ടറിൻ്റെ ഹെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രിക്കൽ എനർജിനെ ഉണ്ടാക്കണം. അപ്പോൾ വാട്ടർ വേണം. ആ വാട്ടർ കൂടുതലായിട്ട് കിട്ടണം. അവൈലബിലിറ്റി ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉള്ള സ്ഥലം എവിടെയാണോ അവിടെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിവറോ അല്ലെങ്കിൽ കനാലോ നല്ലോണം വാട്ടർ അവൈലബിളായ ഗുഡ് ഹെഡിൽ ഉയരത്തിൽ വാട്ടർ അവൈലബിളായ സ്ഥലത്തായിരിക്കും നമ്മളിത് ഉണ്ടാക്കുക. രണ്ടാമത്തത്, ഈ വാട്ടറിനെ അവൈലബിലിറ്റി ഓഫ് വാട്ടറിന് എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തിട്ട് ഒരു കനാൽ അല്ലെങ്കിൽ ഒരു ഡാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു റിസർവോയർ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റോർ ചെയ്യണം. അത് എന്ത് ചെയ്യാനാണ്? നമുക്ക് മഴക്കാലത്ത് മാത്രം വെള്ളം കിട്ടിയാൽ പോരാ. ഇയർ മുഴുവനായിട്ടും വെള്ളം കിട്ടാണ് നമ്മൾ ഒരു ഡാം കെട്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ കോസ്റ്റും അതിന് ടൈപ്പ് ഓഫ് ലാൻഡും കോസ്റ്റ് വളരെ കുറഞ്ഞിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റി ഓഫ് ഗ്രൗണ്ട് ഷുഡ് ബി അഡ്വക്കേറ്റഡ് ടു വിത്ത്സ്റ്റാൻഡ് ദി വെയിറ്റ് ഓഫ് ഹെവി എക്വിപ്മെൻറ്റ് ബി ഇൻസ്റ്റാൾഡ്. നമ്മൾ അവിടെ ഹെവി എക്വിപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിനെ പ്രതിരോധിക്കാനുള്ള, ഈ ഹെവി എക്വിപ്മെൻറ്റൊക്കെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഗ്രൗണ്ട് ആയിരിക്കണം ആ സ്ഥലം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിന്
ആക്സസിബിൾ ബൈ റെയിൽ ആൻഡ് റോഡ് സോ ദാറ്റ് നെസസറി എക്യുപ്മെൻറ്റ് കുറേ എക്യുപ്മെൻറ്റും മെഷീനുകളും ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള റെയിലോ അല്ലെങ്കിൽ റോഡോ ഉള്ള സ്ഥലങ്ങളായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി ടൈപ്സ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് എന്താണ്, അക്കോർഡിംഗ് ടു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അവൈലബിൾ അല്ലെ, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ച് ഇതിനെ എന്താണ് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. റൺ ഓഫ് റിവർ പ്ലാന്റ് വിത്തൗട്ട് പോണ്ടേജ്, നമ്മളെന്താണ് ഒഴുകണ പുഴയാണ്, അതിലെന്തുണ്ട് പോണ്ടേജ് കെട്ടി നിൽക്കുന്ന സ്ഥലം ഇല്ലാത്ത രീതിയിലുള്ളത്. അതുപോലെ തന്നെ റൺ ഓഫ് റിവർ പ്ലാന്റ് വിത്ത് പോണ്ടേജ്, പിന്നെ പോണ്ടേജുള്ള പിന്നെ റൺ ഓഫ് റിവർ. അതുപോലെ തന്നെ റിസർവോയർ പ്ലാന്റ്, നമ്മൾ ഡാം കെട്ടിയിട്ട് റിസർവോയർ ആക്കിയിട്ടുള്ള പ്ലാന്റ്. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അടുത്തതായിട്ട് അക്കോർഡിംഗ് അവൈലബിൾ ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉയരം അല്ല, എത്ര ഉയരത്തിലാണ് വാട്ടർ എടുക്കുന്നതെന്നനുസരിച്ചിട്ട് എന്താണ് ഡാമിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഹൈ ഹെഡ്, ലോ ഹെഡ് ആൻഡ് മീഡിയം ഹെഡ്. ഹൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇഫ് ഓപ്പറേറ്റിംഗ് ഓൺ ഹെഡ് എബോവ് 300 മീറ്ററും കൂടുതൽ ഹെഡ് ഉണ്ടെങ്കിൽ, ഉയരം ഉള്ളതാണെങ്കിൽ ആ ഡാമിനെ നമ്മൾ ഹൈ ഹെഡ് എന്നാണ് പറയുക. ലോ ഹെഡ് എന്ന് പറഞ്ഞാൽ 30 മീറ്ററിലും താഴെയാണ് അതിൻ്റെ ഹെഡെങ്കിൽ, അതിൻ്റെ ഉയരമെങ്കിൽ അതിന് എന്താണ് ലോ ഹെഡ് എന്നാണ് പറയുക. ഇനി മീഡിയം ഹെഡ് ആണുള്ളത്. മീഡിയം ഹെഡ് എന്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് 30 മീറ്ററിൻ്റെയും 300 മീറ്ററിൻ്റെയും ഇടയിലാണ് ഡാമിൻ്റെ ഉയരമെങ്കിൽ അതിനെ മീഡിയം ഹെഡ് ഡാം പിന്നെ ഹെഡ് പവർ സ്റ്റേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഹൈ ഹെഡും ലോ ഹെഡ് മീഡിയം ഹെഡ് ഇത് 3 ഹൈ ഹെഡ് 300 മീറ്ററിലും കൂടുതലാണെങ്കിൽ, അതുപോലെ 30 മീറ്ററിലും താഴെയാണെങ്കിൽ ലോ ഹെഡും, അത് മീഡിയം ഹെഡ് 30 to 300 ഇടയിലാണെങ്കിൽ അതിനെ മീഡിയം ഹെഡ് പവർ സ്റ്റേഷൻ എന്നാണ് പറയുക. ഇനി ലോഡിനനുസരിച്ച് നമ്മൾ പവർ സ്റ്റേഷന് ബേസ് ലോഡും അതുപോലെ തന്നെ പീക്ക് ലോഡും, ബേസ് ലോഡ് പവർ സ്റ്റേഷൻ അതുപോലെ പീക്ക് ലോഡ് പവർ സ്റ്റേഷൻ എന്നും പേര് പറയും. ഇനി സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ചിത്രരൂപത്തിലുള്ള അറേഞ്ച്മെൻറ്റാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. ഇവിടെ ഒരു റിസർവോയർ, നമ്മൾ ഡാം കെട്ടിയിട്ട് എന്ത് ചെയ്യും, റിസർവോയർ ഉണ്ടാക്കും. അതിൽ നിന്നുള്ള വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ ടണൽ വഴി ഈ വാൾവ് ഹൗസിലേക്ക് എത്തിക്കും. ഈ വാൾവ് ഹൗസ് എന്താണ് നിന്നും പിന്നെ പവർ ഹൗസിലേക്കുള്ള പൈപ്പിന് നമ്മൾ പെൻ സ്റ്റോക്ക് എന്നാണ് പേര് പറയുക. ഈ പെൻ സ്റ്റോക്കിൻ്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും, ഒരു സർജ് ടാങ്ക്, ഈ വാൾവ് ഹൗസിൻ്റെ അല്ലെങ്കിൽ പെൻ സ്റ്റോക്ക് വാൾവ് ഹൗസ് എന്നാണ് പെൻ സ്റ്റോക്ക് തുടങ്ങുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു സർജ് ടാങ്ക് നമ്മൾ കൊടുത്തിരിക്കും. ഈ സർജ് ടാങ്കിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കും. ഇതിലെന്താണ്, ഇത് ചെറിയൊരു റിസർവോയർ ആയിട്ടാണ്, ഇതിൻ്റെ എന്താണ് ഇത് വലിയ റിസർവോയർ, ഇവിടെ ചെറിയൊരു റിസർവോയർ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ സർജ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെൻ സ്റ്റോക്കിലുണ്ടാണ് എന്താണ് പിന്നെ വാട്ടർ അല്ലേ, വാട്ടറിൻ്റെ കൂടുതലാവുകയും അല്ലെങ്കിൽ ഇവിടെ പവർ ഹൗസിലേക്ക് അല്ലെ, പവർ ഹൗസിലെ ടർബൈനിൽ കൂടുതൽ വാട്ടർ വേണ്ട അവസ്ഥയിലോ അല്ലെങ്കിൽ കുറവാവുകയോ ചെയ്യുന്ന സമയത്ത്, ഇതിൽ കൂടുതൽ ഒഴുകിയ കുറവ് വേരിയേഷൻ സമയത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. ആ പ്രഷർ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ വാട്ടർ ഇതിലേക്ക് ഒഴുകുന്ന സമയത്ത് സർജ് ടാങ്കിൽ നിന്നായിരിക്കും എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ പിന്നെ കൂടുതൽ ഒഴുകുന്ന സമയത്ത് നമ്മൾ വാൾവ് അടക്കുമ്പോൾ ഒരു വാട്ടറിൻ്റെ പിന്നെ കൂടുതൽ വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ ഇതിലേക്ക് സർജ് ടാങ്കിലേക്കായിരിക്കും പോവുക. അങ്ങനെ ഈ പെൻ സ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സർജ് ടാങ്ക് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഈ പെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, വാൾവ് ഹൗസിൽ നിന്നും പവർ ഹൗസിലേക്ക് പോകുന്ന പൈപ്പ് അല്ലേ, കൊണ്ടുപോകുന്ന പിന്നെ പൈപ്പിന് പറയുന്ന പേരാണ് പെൻ സ്റ്റോക്ക്. പവർ ഹൗസിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ അവിടെ ടർബൈൻ ഉണ്ട്, ആ ടർബൈൻ പിന്നെ മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കും. ആ മെക്കാനിക്കൽ എനർജി എന്തിന് ആൾട്ടർനേറ്ററിനെ കറക്കും. അങ്ങനെയാണ് ഇതിൻ്റെ, എന്നിട്ട് എന്ത് ചെയ്യും, താഴെയുള്ള റിവറിലേക്ക് ബാക്കിയുള്ള വെള്ളം ഒഴുക്കിക്കളയും. അങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് അങ്ങനെ ഓരോന്ന് നോക്കാം. ഡാം ഈസ് കൺസ്ട്രക്റ്റഡ് അക്രോസ് എ റിവർ ഓർ ലേക്ക്. ഒരു റിവറിൻ്റെയോ ലേക്കിലെയോ അക്രോസ് ആയിട്ടാണ് നമ്മൾ ഡാം ഉണ്ടാക്കുക. എന്താണ് വാട്ടറിനെ എന്ത് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് അവിടെ നിർത്തിയിട്ട് എന്താണ് ഈ ഡാമിൻ്റെ ബാക്കിൽ ഒരു റിസർവോയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. എന്നിട്ട് എന്താണ് ഓരോന്നുമായിട്ട് വേറെ നമ്മൾ പറയുന്നുണ്ട്. എന്നിട്ടൊരു പ്രഷർ ടണൽ വഴി എന്ത് ചെയ്യണം, ഈ റിസർവോയറിൽ നിന്നും ഈ വാൾവ് ഹൗസിലേക്ക് അല്ലെങ്കിൽ പിന്നെ വാൾവ് ഹൗസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ പെൻ സ്റ്റോക്ക് തുടങ്ങുന്നത് ഈ വാൾവ് ഹൗസിൽ നിന്നായിരിക്കും, അവിടേക്ക് വെള്ളം എത്തിക്കുക. എന്നിട്ട് എന്താണ് വാൾവ് ഹൗസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കുറേ വാൾവുകളുണ്ട്. എന്താണ് മെയിൻ വാൾവ് ഉണ്ട്, സ്ലൂയിസ് വാൾവ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഐസൊലേറ്റിംഗ് വാൾവ്. ആ ഓരോ വാൾവ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ഇവിടെ നിന്ന് പറയുന്നുണ്ട്, ഓർത്ത് വെക്കണം. മെയിൻ വാൾവ് കൺട്രോൾസ് വാട്ടർ ഫ്ലോ ടു ദ പവർ ഹൗസ്. പവർ ഹൗസിൽ നിന്നും അല്ലെ ഈ വാൾവ് ഹൗസിൽ നിന്നും പവർ ഹൗസിലേക്ക് എത്ര വാട്ടർ ഫ്ലോ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് മെയിൻ വാൾവാണ്.
എന്നാൽ സ്ലൂയിസ് വാൾവ് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ പെൻസ്റ്റോക്കിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പവർ ഹൗസിലേക്കുള്ള ഫ്ലോ കട്ടാക്കുക എന്നുള്ളതാണ്. കട്ട്സ് ഓഫ് സപ്ലൈ ഓഫ് വാട്ടർ ഫ്ലോ അല്ലെ, വാട്ടർ ഫ്ലോൻ്റെ ഫ്ലോനെ കട്ടാക്കുക. ഇപ്പോൾ ഇത് പവർ ഹൗസിലേക്കുള്ള ഇപ്പം എന്താ പെൻസ്റ്റോക്ക് പൊട്ടുകയോ ചെയ്താൽ എന്ത് ചെയ്യുക, കട്ടാക്കുക എന്നുള്ളതാണ് സ്ലൂയിസ് വാൾവിൻ്റെ. അപ്പോൾ രണ്ട് വാൾവിൻ്റെയും ഫങ്ഷൻ നമ്മൾ പറഞ്ഞു. മെയിൻ വാൾവിന് വാട്ടറിൻ്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. സ്ലൂയിസ് വാൾവ് എന്ത് ചെയ്യുക, വാട്ടർ ഫ്ലോ കട്ടാക്കുക ഇപ്പോൾ പെൻസ്റ്റോക്ക് ബേസ്റ്റ് ആണ് സമയത്ത്. പെൻസ്റ്റോക്ക് എന്ന് പറയുന്നതാണ് വാട്ടർ ഈസ് ടേക്കൺ വാട്ടർ ടർബൈനിലേക്ക് ത്രൂ എ ഹ്യൂജ് സ്റ്റീൽ പൈപ്പ്. ആ സ്റ്റീൽ പൈപ്പിനെ പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക് അല്ലേ. പിന്നെ വാൾവ് ഹൗസിൽ നിന്നും ടർബൈനിലേക്ക് വെള്ളം എത്തിക്കുന്ന വലിയ പൈപ്പിനെ പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. ഇവിടെ ഈ വലിയ പൈപ്പിനെ പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. അപ്പോൾ എന്താണ് പേരോർത്ത് വെക്കുക, വലിയ പൈപ്പ് നമ്മൾ കാണുന്നതാണ്. ഇനി അതിനെപ്പറ്റി വേറെ നമ്മൾ ഇതാക്കുന്നുണ്ട്. ഈ ടർബൈൻ എന്ത് ചെയ്യും, വാട്ടർ ടർബൈൻ കൺവേർട്ട് ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജിയെ അല്ല ഈ ഹൈഡ്രോളിക് എനർജി എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റും. ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ പിന്നെ കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി എവിടെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ പെൻസ്റ്റോക്കിനുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ ഈ വാൾവ് ഹൗസിൽ നിന്നും താഴേക്ക് വെള്ളം വരുന്ന പെൻസ്റ്റോക്കിനുള്ളിലാണ്. അവിടെയാണ് എന്തുണ്ടാണ്, കൈനറ്റിക് എനർജി ഉണ്ടാണ്, അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജി ഉണ്ടാവുന്നത്. ആ കൈനറ്റിക് എനർജിയെ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നത് ടർബൈനാണ്. ഇനി എന്ത് ചെയ്യുക, മെക്കാനിക്കൽ എനർജിയെ അല്ലേ ഈ ടർബൈൻ ആൾട്ടർനേറ്ററിനെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആൾട്ടർനേറ്റർ കറങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഇതിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇലക്ട്രിക്കൽ പ്ലാന്റിലെ പിന്നെ ഓരോ ഘടകങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ പ്ലാന്റിനെ. അതെന്താണ്, ഒന്ന് ഹൈഡ്രോളിക് സ്ട്രക്ചർ അല്ലെ, നമ്മൾ ഡാമും ഈ അങ്ങനത്തെ ഹൈഡ്രോളിക് സ്ട്രക്ചറാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വാട്ടർ ടർബൈന് അല്ലേ, പിന്നെ പവർ ഹൗസിൻ്റെ ഉള്ളിൽ വാട്ടർ ടർബൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, ആൾട്ടർനേറ്റർ, ട്രാൻസ്ഫോമർ, ഇങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിക് സ്ട്രക്ചർ, വാട്ടർ ടർബൈൻ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഇനി ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്തൊക്കെ നോക്കാം. ഒന്നാമത്തത് ഡാം അല്ലേ. ഡാം നമുക്കറിയാം എന്താണ്, അത് മീൻസ് എ ഹയർ ബാരിയർ വിച്ച് സ്റ്റോർസ് വാട്ടർ ആൻഡ് ക്രിയേറ്റ് വാട്ടർ ഹെഡ്. എന്താണ്, വാട്ടറിനെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയുള്ള ഒരു ബാരിയറാണ്. അത് തന്നെ വാട്ടർ എന്നിട്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് വാട്ടർ ഹെഡ് ഉണ്ടാക്കാനുള്ള അവിടെ അങ്ങനെ വാട്ടർ ഹെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടാവും. ഡാം ആർ ബിൽറ്റ് കോൺക്രീറ്റ് ഓർ സ്റ്റോൺ മേസണറി അല്ലേ, കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ്. പുതിയതൊക്കെ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ്. പഴയ ടൈപ്പ് സ്റ്റോൺ പിന്നെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ അടുത്തെന്താണ്, ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടോപ്പോഗ്രഫി ഓഫ് സൈറ്റ്. ഏത് ടൈപ്പുള്ള ഡാമാണ് നിർമ്മിക്കണം എന്നുള്ളത് അതിൻ്റെ സൈറ്റിൻ്റെ ടോപ്പോഗ്രഫി അനുസരിച്ചുണ്ടാവും. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡാം ആൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദി ഫൗണ്ടേഷൻ കണ്ടീഷൻ അല്ലേ. ആ ഫൗണ്ടേഷൻ എങ്ങനെയാണ്, ഈ നമ്മൾ ആദ്യം ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഒരു റിവർ എന്താണ്, ഒരു പുഴ ഒഴുകുന്ന രണ്ട് മലകൾക്കിടയിലൂടെ ഒരു പുഴ ഒഴുകുന്ന സ്ഥലം കണ്ടുപിടിക്കണം. ആ സ്ഥലം കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഫൗണ്ടേഷൻ, ആ മണ്ണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ലോക്കൽ മെറ്റീരിയൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അങ്ങോട്ടുള്ള ലോക്കൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്, ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്. അതുപോലെ തന്നെ എർത്ത് കോക്ക് അല്ലേ, നമുക്ക് പിന്നെ ഭൂമികുലുക്കം ഉണ്ടാവുന്നതാണോ, അങ്ങനത്തെ എന്തെങ്കിലും ഹസാർഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണോ എന്നൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ടൈപ്പ് ഡാമാണ് ഉണ്ടാക്കണമെന്നുള്ളത്. അടുത്ത അപ്പോൾ ഡാമിനെ പറ്റി പറഞ്ഞു. ഇനി സ്പിൽവേ അല്ലേ, നമുക്ക് ഈ സാധനം കണ്ടാൽ തന്നെ അറിയാം. ഒരു ഡാമിന് നമ്മൾ പോയാൽ ഇങ്ങനെ ഒരു സ്ഥലം കാണാം. ഇതെന്തിനാണ്, ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ ഒരു ഷട്ടർ ഉണ്ടാവും അല്ലേ. എന്തിനായിരിക്കും, ഈ വാട്ടർ അല്ലേ, മഴക്കാലത്ത് എന്ത് ചെയ്യും, കൂടുതൽ വാട്ടർ വരും, സർപ്ലസ് ഓഫ് വാട്ടർ അല്ലേ. ഈ പിന്നെ ഡാം തടഞ്ഞ് അല്ലേ, നമുക്ക് ഇതിലും കൂടുതൽ നോക്കാം, നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റിക്കും അല്ലെ, ഈ റിസർവോയറിൻ്റെ ഡാമിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയിലേക്കാൾ കൂടുതൽ വാട്ടർ റിവറിലൂടെ നമുക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് റെയിൻഫാളോ അല്ലെ കാച്ച്മെൻ്റ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യും, മഴ കൂടുതൽ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, കൂടുതൽ വാട്ടർ വരും. അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിട്ടുള്ള വാട്ടർ വരുമ്പോൾ എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ദി സർപ്ലസ് വാട്ടർ. അപ്പോൾ സ്പിൽവേൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്ചാർജ് ദി സർപ്ലസ് വാട്ടർ ഫ്രം ദി സ്റ്റോറേജ് റിസർവോയർ ഇൻ ടു ദ റിവർ ഓൺ ദ ഡൗൺ സ്ട്രീം. താഴെ ഭാഗത്തുള്ള എന്താണ് പിന്നെ റിവറിലേക്ക് എന്ത് ചെയ്യുക, ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ വരുന്ന വാട്ടറിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഈ ഷട്ടർ തുറന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കൂടുതൽ വാട്ടർ വരികയാണെങ്കിൽ അതിനെ ഒഴിവാക്കാനും വേണ്ടിയുള്ള സംവിധാനത്തിന് പറയുന്ന പേരാണ് സ്പിൽവേ അല്ലേ. അത് താഴേക്ക് എന്താണ്, താഴേക്കൂടെ
പിന്നെ നമ്മൾ ഒരു പുഴയെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാക്കി പുഴ താഴെ ഭാഗത്തുണ്ടാവും. അപ്പോൾ ആ താഴെ ഭാഗത്തേക്ക് ഒഴുക്കി കളയുക എന്നുള്ളതാണ് സ്പിൽവേൻ്റെ ഫങ്ഷൻ. അടുത്ത സർജ് ടാങ്ക്. സർജ് ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെൻസ്റ്റോക്കിൻ്റെ തുടക്കത്തിലുണ്ടാകുന്ന സാധനമാണ്. ഇതെന്തായിരിക്കും, ഇതിൻ്റെ ഇങ്ങനെയായിരിക്കും ഇത് കാണാനുണ്ടാവുക. ചിത്രം വരക്കുമ്പോൾ അങ്ങനെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കും. സർജ് ടാങ്ക്. സർജ് ടാങ്ക് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രഷർ, ഇത് പിന്നെ റെഡ്യൂസ് ദി പ്രഷർ സിങ്സ് ദി കോൺഡ്യൂട്ട്. പെൻസ്റ്റോക്കിലുണ്ടാകുന്ന പ്രഷർ വ്യത്യാസത്തിന് റെഡ്യൂസ് ചെയ്തിട്ട് എന്താണ് വാട്ടർ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിൽ വാട്ടർ ലെവൽ കൂടുകയോ കുറയുകയോ, എപ്പോഴാണ് ആ വാട്ടർ ലെവൽ കൂടുക കുറയുക എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ സർജ് ടാങ്ക് ഈസ് എ സ്മാൾ റിസർവോയർ, അല്ലേ? വലിയ റിസർവോയർ ഡാം കെട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ചെറിയ റിസർവോയർ ഓർ ടാങ്കാണ്. അതിൻ്റെ ഇവിടെ ഓപ്പൺ ആയിരിക്കും, ചെറിയൊരു ടാങ്ക്. അപ്പോൾ എന്താണ് അതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിരിക്കും. ഇതെന്താണ് വിച്ച് വാട്ടർ ലെവൽ റൈസ് ഓർ ഫെയിൽ. ഇതിൻ്റെ ഈ പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലെ വാട്ടർ ലെവൽ കൂടുകയോ, അല്ലേ, പിന്നെ ഇവിടെ വിച്ച് വാട്ടർ ലെവൽ എന്ത് ചെയ്യുക, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. എന്തിനു വേണ്ടി? റെഡ്യൂസ് ദി പ്രഷർ സിങ്സ് ദി കോൺഡ്യൂട്ട്. ഈ പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലെ പ്രഷർ പിന്നെ പ്രോപ്പറായിട്ട് നിലനിർത്താനും വേണ്ടി എന്ത് ചെയ്യുക, അതിനുള്ളിലെ വാട്ടർ കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇവിടെ വാട്ടർ കൂടുകയോ കൂട്ടുകയോ അല്ലെ, ഇവിടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. വെൻ ദ ടർബൈൻ ഈസ് റണ്ണിങ്, അല്ലെ, ടർബൈൻ റൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സ്റ്റഡി ലോഡിലാണ് റൺ ചെയ്യണമെങ്കിൽ ദർ ആർ നോ സർജസ് ഇൻ ദി ഫ്ലോ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഫ്ലോ ചെയ്യുമ്പോൾ എന്തില്ല, വേറെ പ്രത്യേകിച്ച് സർജസ് ഒന്നും ഇല്ല. പിന്നെ അതിനുള്ളിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതെന്ത് ചെയ്യും, ടർബൈനിൽ പിന്നെ മീറ്റ് ചെയ്യേണ്ട വാട്ടർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്താണ് നമുക്ക് ആ പറയുമ്പോൾ എന്താ, ലോഡ് ഓൺ ദ ടർബൈൻ ഡിക്രീസ്. ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് എന്തെങ്കിലും ലോഡ് കുറഞ്ഞു. ലോഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഗവർണർ ക്ലോസസ് ദ ഗേറ്റ് ഓഫ് ടർബൈൻ. ടർബൈൻ്റെ ഗേറ്റ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അല്ലെ, നമുക്ക് കുറച്ച് വാട്ടർ മതി. ലോഡ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ടർബൈനിൽ കുറച്ച് വാട്ടർ മതിയാവും. അപ്പോൾ റെഡ്യൂസിങ് വാട്ടർ സപ്ലൈ ടു ദ ടർബൈൻ. ഗവർണർ എന്ത് ചെയ്യും, അതിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിലേക്കുള്ള വാട്ടർ സപ്ലൈ കുറയുമ്പോൾ എന്താണ് നമുക്ക് ഈ എക്സസ് ഓഫ് വാട്ടർ അല്ലേ ലോവറിലുണ്ടാകാൻ ഈ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ എക്സസ് അല്ലേ അറ്റ് ദ ലോവർ എൻഡിൽ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ കൂടുതലുണ്ടാവും. ആ കൂടുതലുള്ള എന്ത് ചെയ്യും, കോൺഡ്യൂട്ടിലൂടെ പുറത്ത് ബാക്കിലോട്ട് പോവും. അപ്പോൾ പോണത് എന്ത് ചെയ്യും, ഈ സർജ് ടാങ്ക് ഉണ്ടാകുമ്പോൾ ആ സർജ് ടാങ്കിലേക്കായിരിക്കും പോവുക. ആൻഡ് ഇൻക്രീസ് വാട്ടർ ലെവൽ. ആ സർജ് ടാങ്കിലെ വാട്ടർ ലെവൽ എന്ത് ചെയ്യും, കൂടും. ഇങ്ങനെ ഈ സർജ് ടാങ്ക് ഇല്ലെങ്കിലോ, അല്ലെ, ഒരു പ്രഷർ എന്തിനുള്ളിലുണ്ടാവും, ഈ പിന്നെ പൈപ്പിൻ്റെ ഉള്ളിലുണ്ടാവും. അങ്ങനെ ആ പൈപ്പ് പെൻസ്റ്റോക്ക് പൊട്ടാൻ ചിലപ്പോൾ കാരണമാവും. അങ്ങനെ അപ്പോൾ എന്താണ് പെൻസ്റ്റോക്കിനെ പൊട്ടാതെ അതിൻ്റെ ഉള്ളിലെ പ്രഷർ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയാണ് ഒരു ഫങ്ഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്താണ് അതിൽ പിന്നെ ടർബൈനിൽ ലോഡ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഉണ്ടാകുന്ന അധികം വാട്ടർ, അല്ലേ, ആ വാട്ടറിനെ എന്ത് ചെയ്യുക, ഈ പിന്നെ സർജ് ടാങ്കിലേക്ക് ആയിരിക്കും പോവുക. ഇനി എന്താണ് അപ്പോൾ സർജ് ടാങ്ക് ഈസ് ലൊക്കേറ്റഡ് നിയർ ഇത് ഞാൻ പറഞ്ഞു, സർജ് ടാങ്ക് ഉണ്ടാവുക നിയർ ദ ബിഗിനിങ് ഓഫ് കോൺഡ്യൂട്ട്, പ്രിവെൻറ്റിങ് വെർ ബേസ്റ്റിംഗ്. പൊട്ടാതിരിക്കാനും വേണ്ടി എന്ത് ചെയ്യും, ബിഗിനിങ്ങിലായിരിക്കും സർജ് ടാങ്ക് ഉണ്ടാവുക. ഇനി എന്താണ്, ലോഡ് കൂടുകയാണ്. നേരത്തെ ലോഡ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യും, വാട്ടർ കൂടുതലായിട്ട്, അല്ലെ, വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അത് പിന്നെ ആ പ്രഷറിന് ഇല്ലാതിരിക്കാനും വേണ്ടി എന്ത് ചെയ്യും, ഇതിലേക്ക് വാട്ടർ, അല്ലേ, ഈ പൈപ്പിൽ പ്രഷർ ഇല്ലാതിരിക്കാൻ വേണ്ടി വാട്ടർ ഇങ്ങോട്ട് കയറും. അപ്പോൾ ഇതിലെ വാട്ടറിൻ്റെ ലെവൽ കൂടും. ഇനി എന്ത് ചെയ്തു, ലോഡ് കൂടുകയാണ്. ലോഡ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ വാട്ടർ വേണം. ആ കൂടുതൽ വാട്ടർ വേണ്ടത് എന്തായിരിക്കും, ഇവിടെ നിന്നായിരിക്കും എടുക്കുക, അല്ലാതെ ഡാമിൻ്റെ ഉള്ളിൽ നിന്നല്ല വരിക. എന്ത് ചെയ്യുക, ഈ സർജ് ടാങ്കാണ് എന്ത് ചെയ്യുക, വാട്ടർ കൂടുകയും കുറയുകയും ചെയ്യുക. അപ്പോൾ പിന്നെ വാട്ടറിൻ്റെ കൂടുതൽ വാട്ടർ നമുക്ക് വേണം. അപ്പോൾ സർജ് ടാങ്കിൽ നിന്നായിരിക്കും അതെടുക്കുക. അപ്പോൾ ഈ സർജ് ടാങ്കിൻ്റെ ഫങ്ഷൻ എന്താണ്, ഈ പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലുണ്ടാണ് പിന്നെ പ്രഷർ വ്യത്യാസത്തെ പിന്നെ ലോഡ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ പെൻസ്റ്റോക്കിനുണ്ടാണ് പ്രഷർ വ്യത്യാസം ഇല്ലാണ്ടാക്കിയിട്ട് അത് പൊട്ടാതിരിക്കാനും വേണ്ടി എന്ത് ചെയ്യും, ഈ പിന്നെ സർജ് ടാങ്കിലെ വെള്ളം കൂടുകയും കുറയുകയും ചെയ്തിട്ട് അതിനെ പെൻസ്റ്റോക്കിനെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ.
അപ്പോൾ ഇത് ഈ സർജ് ടാങ്ക് എവിടെ ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ പെൻസ്റ്റോക്കിൻ്റെ തുടക്കത്തിൽ കേട്ടോ, മറക്കരുത്. ഈ പെൻസ്റ്റോക്കിൻ്റെ ചോദ്യങ്ങൾ പിന്നെ കുറേ എണ്ണം ഉണ്ട്. എന്താണ് പെൻസ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ. അപ്പോൾ അടുത്ത പെൻസ്റ്റോക്കാണ് നമ്മൾ പറയുന്നത്. പെൻസ്റ്റോക്ക് ആർ ഓപ്പൺ ഓർ ക്ലോസ്ഡ് കോണ്ടിയൂട്ട് വിച്ച് ക്യാരി വാട്ടർ ടു ദ ടർബൈൻ. ഓപ്പൺ ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കോണ്ടിയൂട്ടാണ്. എന്താണ് വാട്ടർ ടർബൈനിലേക്ക്, വാൾവ് ഹൗസിൽ നിന്നും ടർബൈനിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പിനെ പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്ക് അതിന് മുമ്പ് നമ്മൾ എന്താണ് സർജ് ടാങ്ക് പറഞ്ഞു. സർജ് ടാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്തുണ്ട് നമ്മുടെ പിന്നെ നിമി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതുപോലെ തന്നെ പെൻസ്റ്റോക്കിൻ്റെ ക്വസ്റ്റ്യൻ നിമി ക്വസ്റ്റ്യൻ ബാക്കിലുണ്ട്. അപ്പോൾ ഇത് എന്താണ് പെൻസ്റ്റോക്ക് സാധാരണ ഉണ്ടാക്കിയത് കോൺക്രീറ്റോ അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പോ ആയിരിക്കും. ഇതിൻ്റെ തിക്നെസ് അല്ലേ, പെൻസ്റ്റോക്ക് ഇൻക്രീസസ് വിത്ത് ദ ഹെഡ് ഓർ വർക്കിംഗ് പ്രഷർ. ഹെഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അല്ലെങ്കിൽ വർക്കിംഗ് പ്രഷർ കൂടുന്നതിനനുസരിച്ച് പിന്നെ ഈ പൈപ്പിൻ്റെ തിക്നെസ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ തന്നെ ഈ പെൻസ്റ്റോക്കിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി, പെൻസ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടി നമ്മൾ വേരിയസ് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ്, അതുപോലെ തന്നെ എയർ വാൾവ്, പിന്നെ സർജ് ടാങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് പ്രൊട്ടക്ഷനും വേണ്ടിയാണ്, പെൻസ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയാണ് സർജ് ടാങ്ക്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ വാൾവ്, അതുപോലെ എയർ വാൾവ്. ഇതെന്താണ് ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൾവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഷട്ട് ഓഫ് വാട്ടർ ഫ്ലോ ത്രൂ എ പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്കിലുള്ള വാട്ടറിനെ എന്ത് ചെയ്യുക, ഷട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ പ്രോപ്പർട്ടീസ് റപ്ചർ, ഇത് പൊട്ടുകയാണെങ്കിൽ, ഈ പെൻസ്റ്റോക്ക് പൊട്ടുകയാണെങ്കിൽ ഇതിലൂടെയുള്ള വാട്ടറിനെ പിന്നെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ബട്ടർഫ്ലൈ വാൾവിൻ്റെ ഫംഗ്ഷൻ. പിന്നെ എയർ വാൾവ് മെയിൻറ്റെയിൻ ദി എയർ പ്രഷർ ഇൻസൈഡ് ദി പെൻസ്റ്റോക്ക്. പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ള എയറിൻ്റെ പ്രഷർ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈക്വൽ ടു ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഈക്വൽ ആക്കിയിട്ട് എന്ത് ചെയ്യുക, പെൻസ്റ്റോക്കിൻ്റെ പ്രഷറിന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എയർ വാൾവിൻ്റെ പ്രത്യേകത. അതിന് രണ്ടിൻ്റെ ചിത്രം ഇതാണ്. ബട്ടർഫ്ലൈ വാൾവ്, അതുപോലെ തന്നെ എയർ വാൾവ്. ഇത് നമുക്ക് വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പിൽ കാണാൻ പറ്റും. എയർ വാൾവ്, ഉള്ളിലുള്ള എയറിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി എന്താണ്, വെൻ വാട്ടർ റൺ ഔട്ട് ഓഫ് പെൻസ്റ്റോക്ക് ഫാസ്റ്റർ ദാൻ ദി എൻഡർ. ഇത് എൻഡറിനേക്കാൾ കൂടുതൽ ആയിട്ട് വാട്ടർ എന്ത് ചെയ്യുക, പെൻസ്റ്റോക്കിലെ പിന്നെ ഫാസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു വാക്വം ഈസ് ക്രിയേറ്റഡ്. ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തു അല്ല, അങ്ങനെ പെൻസ്റ്റോക്ക് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ സിറ്റുവേഷനിൽ എയർ വാൾവ് ഓപ്പൺ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അഡ്മിറ്റ് എയർ ഇൻ ദി പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, എയർ എടുക്കും. മെയിൻറ്റെയിൻ ഇൻസൈഡ് എയർ പ്രഷർ ഈക്വൽ ടു ദി ഔട്ട്സൈഡ് എയർ പ്രഷർ. ഔട്ട്സൈഡ് പ്രഷറിന് എയർ പ്രഷറിൻ്റെ ഈക്വൽ ആക്കും. അങ്ങനെയാണ് അവിടെ പിന്നെ പെൻസ്റ്റോക്കിനെ എന്ത് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത്. പിന്നെ അടുത്ത ടെയിൽ റേസ്. ഇതെന്ത് ചെയ്യുക, വാട്ടറിനെ ഒഴുക്കി വിടാൻ അല്ലേ. ടെയിൽ റേസ് ഇൻ ദി ചാനൽ വിച്ച് ക്യാരീസ് വാട്ടർ നോൺ ആസ് ടെയിൽ വാട്ടർ എവേ ഫ്രം ദി പവർ ഹൗസിൽ നിന്നും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ വാട്ടറിനെ പുറത്തേക്ക് ആഫ്റ്റർ ഈസ് പാസ്ഡ് ത്രൂ ദി ടർബൈനിലൂടെ പിന്നെ കടത്തി വിട്ട വാട്ടറിനെ എന്ത് ചെയ്യുക, ഒഴിവാക്കാനും വേണ്ടി ഉള്ള ചാനലിനെ പറഞ്ഞ പേരാണ് ടെയിൽ റേസ്. അപ്പോൾ ടെയിൽ റേസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, വാട്ടർ ടർബൈനിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞ വാട്ടറിനെ ഒഴിവാക്കുന്ന സ്ഥലത്തിനെ ആ ചാനലിനെ പറഞ്ഞ പേരാണ് ടെയിൽ റേസ്. ഈ ചാനൽ എന്താണ്, ഒന്നുകിൽ നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്താണ് ആദ്യം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രീം ചാനലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനലായിരിക്കും. അത് വാട്ടർ സർഫേസ് ഇൻ ദി ടെയിൽ റേസ് ഈസ് നോൺ ആസ് എന്താണ്, ഈ ടെയിൽ റേസിലുള്ള വാട്ടർ സർഫേസിനെ ടെയിൽ റേസ് ലെവൽ എന്നോ അല്ലെങ്കിൽ സിമ്പിളി ദ ടെയിൽ റേസ് എന്നോ പേര് പറയും. ഇനി വാട്ടർ ടർബൈൻ, അടുത്തത് വാട്ടർ ടർബൈനാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം എന്താണ് പവർ ഹൗസിലേക്ക് എത്തിച്ചു. ഇനി വാട്ടർ ടർബൈൻ എന്താണ്, ഈ ടർബൈൻ ആർ യൂസ്ഡ് ടു കൺവേർട്ട് ദി എനർജി ഓഫ് ഫാളിംഗ് വാട്ടർ ഉണ്ടാകുമ്പോഴുള്ള കൈനറ്റിക് എനർജിയെ ഇൻറ്റു മെക്കാനിക്കൽ എനർജി അല്ലേ, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് പിന്നെ ടർബൈൻ്റെ ഫങ്ഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജിയാക്കി മാറ്റുന്നത് എവിടെയാണ്, അത് പിന്നെ പെൻസ്റ്റോക്കിലാണ്. എന്നാണ് വാട്ടർ താഴേക്ക് ഇങ്ങോട്ട് വീഴുന്നത് പെൻസ്റ്റോക്കിലൂടെയാണ്, അവിടെയാണ് മാറ്റുന്നത്. ഈ കൈനറ്റിക് എനർജി അല്ലെ ഹൈഡ്രോളിക് എനർജിയെ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുക എന്നുള്ളതാണ് വാട്ടർ ടർബൈൻ്റെ ഫംഗ്ഷൻ. വാട്ടർ ടർബൈൻ്റെ രണ്ട് പ്രിൻസിപ്പിളുള്ള വാട്ടർ ടർബൈൻ ഉണ്ട്, ഇമ്പൾസ് ടർബൈനും അതുപോലെ തന്നെ റിയാക്ഷൻ ടർബൈനും. ശരിക്കും ഓർത്ത് വെക്കേണ്ടതാണ്, ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. വാട്ടർ ടർബൈൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് ഇമ്പൾസ് ടർബൈൻ, രണ്ട് റിയാക്ഷൻ ടർബൈൻ. ഈ ടർബൈനുകൾ എന്താണ് ബാക്കിയുള്ള പവർ സ്റ്റേഷനൊക്കെ നമ്മൾ പറയുമ്പോഴും അത്യാവശ്യമാണ്. ഇനി ഇമ്പൾസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ സച്ച് ടർബൈൻസ് ആർ യൂസ്ഡ് ഫോർ ഹൈ ഹെഡിലാണ് ഉപയോഗിക്കുക. നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക, ഇമ്പൾസ് ടർബൈൻ ഹൈ ഹെഡിൽ ഉപയോഗിക്കുന്ന പിന്നെ ടർബൈനാണ്. അത് ചോദ്യത്തിൽ വരുന്നുണ്ട്.
അപ്പോൾ ഈ ഇമ്പൾസ് ടർബൈനിൽ ദ എൻറ്റയർ പ്രഷർ ഓഫ് വാട്ടർ ഈസ് കൺവേർട്ട് ഇൻ ടു കൈനറ്റിക്. പ്രഷർ ഓഫ് വാട്ടർ മുഴുവനായിട്ടും എന്ത് ചെയ്യും, കൈനറ്റിക് എനർജി ആയിട്ട് മാറും. പിന്നെ നോസിൽ, ഒരു നോസിലുണ്ട് ഇതിൽ, ഇവിടെ എന്താണ് ഒരു നോസിലുണ്ട്. ഈ നോസിൽ എന്ത് ചെയ്യും, ഒരു കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും. ആൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ജെറ്റ്, ഇവിടുന്ന് ഈ വെലോസിറ്റി ഓഫ് ജെറ്റ് ഡ്രൈവ്സ് ദി വീൽ അല്ലെങ്കിൽ പെൽട്ടൺ വീൽ എന്നാണ് ഇതിന് പറയുക. പെൽട്ടൺ വീലിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ എന്തെങ്കിലും ഒരു ബക്കറ്റുകൾ ഒരു ബക്കറ്റ് മുകളിലൊരു സാധനം ഉണ്ടാവും, അതിലേക്കാണ് പ്രഷറിൽ നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കറങ്ങാൻ തുടങ്ങും. ഇതാണ് ഇമ്പൾസ് ടർബൈനിൽ. ഇമ്പൾസ് ടർബൈൻ്റെ എന്താണ് ഉദാഹരണം ചോദിച്ചാൽ പെൽട്ടൺ വീലാണ്. പെൽട്ടൺ വീൽ പിന്നെ ഇതോർത്ത് വെക്കുക, പെൽട്ടൺ വീലാണ് ഇമ്പൾസ് ടർബൈൻ്റെ ഉദാഹരണം. അപ്പോൾ അതാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വീൽ ഫിറ്റഡ് വിത്ത് എലിപ്റ്റിക്കൽ ബക്കറ്റ്. എലിപ്റ്റിക്കലായിട്ടുള്ള ബക്കറ്റ് ഫിറ്റ് ചെയ്ത ഒരു വീലായിരിക്കും. ഇതിൻ്റെ ചുറ്റും എന്ത് എലിപ്റ്റിക്കൽ ബക്കറ്റ് ഉണ്ടാവും. ആ ബക്കറ്റിലേക്ക് നമ്മൾ എന്താണ് ഫോഴ്സ് വാട്ടർ അല്ലെ ജെറ്റിൻ സ്ട്രൈക്കിംഗ് ദി ബക്കറ്റ്, ഈ ബക്കറ്റിലേക്ക് ഫോഴ്സായിട്ട് വാട്ടർ പിന്നെ സ്ട്രൈക്ക് ആക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഈ വീല് കറങ്ങും അല്ലെ, ഈ വീല് കറങ്ങാൻ തുടങ്ങും. അങ്ങനെയാണിത് വർക്ക് ചെയ്യണത്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ജെറ്റ് ഫാളിംഗ് ഓൺ ദ ടർബൈൻ ഈസ് കൺട്രോൾ ബൈ മീൻസ് ഓഫ് എ നീഡിൽ. ഒരു ഇങ്ങോട്ട് വരേണ്ട ക്വാണ്ടിറ്റി എന്താണ് ഇവിടെ ഇതിൽ കൊടുത്തിട്ടില്ല, ഒരു നീഡിൽ വഴിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഈ നോസിലിൽ ഒരു നീഡിൽ ഉണ്ടാവും, ആ നീഡിൽ എന്താണ് ഇങ്ങോട്ട് അടുപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിൽ വാട്ടർ കുറയും. ഇനി ആ നീഡിൽ ഇങ്ങോട്ടാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ അളവ് കൂടും. അപ്പോൾ ഒരു നീഡിൽ അല്ലെങ്കിൽ ഒരു സ്പിയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ വാട്ടറിൻ്റെ എത്ര വേണമെന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇനി എന്താണ് മൂവ്മെൻറ്റ് ഓഫ് നീഡിൽ ഈസ് കൺട്രോൾ ബൈ ദി ഗവർണർ. ഇവിടെ ഒരു നീഡിലുണ്ടെന്ന് പറഞ്ഞു, ആ നീഡിലിനെ ഗവർണറായിരിക്കും കൺട്രോൾ ചെയ്യുക. എത്ര വാട്ടർ ലോഡിനനുസരിച്ച് ഈ ഗവർണർ എന്ത് ചെയ്യും, ലോഡ് കുറയുകയാണെങ്കിൽ വാട്ടറിൻ്റെ ഫ്ലോ കുറക്കും, ലോഡ് കൂടുകയാണെങ്കിൽ വാട്ടറിൻ്റെ ഫ്ലോ കൂട്ടും. ഈ അപ്പോൾ എന്താണ് ലോഡ് ഓൺ ദ ടർബൈൻ ഡിക്രീസസ്. ലോഡ് കുറയുകയാണെങ്കിൽ ദ ഗവർണർ പുഷസ് ദ നീഡിൽ, ഇങ്ങോട്ട് എന്ത് ചെയ്യും, നീഡിൽ ടു ദ നോസിലേക്ക് പുഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റെഡ്യൂസിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദി ബക്കറ്റ്, ബക്കറ്റിലേക്കുള്ള ക്വാണ്ടിറ്റി കുറയും, സ്ട്രൈക്ക് ചെയ്യുന്നത് കുറയും. അപ്പോൾ എന്താണ് നേരെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ എന്താണ് ലോഡ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് പുഷ് ചെയ്യുന്നത് കുറക്കുമ്പോൾ കൂടുതൽ വാട്ടർ ഒഴുകിയിട്ട് എന്ത് ചെയ്യും, ഇതിനെ കൂടുതലായിട്ട് കറക്കും. ഇനി റിയാക്ഷൻ ടർബൈനാണ് രണ്ടാമത്തത്. ഫസ്റ്റ് ഇമ്പൾസ് ടർബൈൻ പറഞ്ഞു, അതെവിടെയാണ് ഉപയോഗിക്കുക, ഹൈ ഹെഡിലാണ് ഉപയോഗിക്കുക. എന്നാൽ റിയാക്ഷൻ ടർബൈൻ ഉപയോഗിക്കുക ലോ ആൻഡ് മീഡിയം ഹെഡിലാണ് ഉപയോഗിക്കുക. നമ്മൾ ഹെഡ് എന്താ നേരത്തെ പറഞ്ഞിരുന്നത്, ഇതിൻ്റെ ഉയരം അല്ലേ, കെട്ടി നിർത്തിയ വാട്ടറിൻ്റെ ഉയരമാണ് ഹെഡ്. അപ്പോൾ ലോ ആൻഡ് മീഡിയം ഹെഡിലാണ് റിയാക്ഷൻ ടർബൈൻ ഉപയോഗിക്കുക. റിയാക്ഷൻ ടർബൈൻ എന്താണ്, വാട്ടർ എൻറ്റേഴ്സ് ദ റണ്ണർ പാർട്ട്ലി വിത്ത് പ്രഷർ എനർജി, പകുതി പ്രഷർ എനർജിയും പകുതി വെലോസിറ്റി ഹെഡും കൊണ്ടാണ് ഈ റിയാക്ഷൻ ടർബൈൻ എന്ത് ചെയ്യുക, റൺ ചെയ്യുക. ഈ ഇമ്പോർട്ടൻ്റ് ടൈപ്പ്, രണ്ട് ടൈപ്പ് ഈ റിയാക്ഷൻ ടർബൈൻ ഉണ്ട്. ഒന്ന് ഫ്രാൻസിസ് ടർബൈൻ, അത് ഉപയോഗിക്കുക യൂസ്ഡ് ഫോർ ലോ ആൻഡ് മീഡിയം ഹെഡ്, നിർബന്ധമായും ഓർത്ത് വെക്കേണ്ടതാണ്, ക്വസ്റ്റ്യനിലുണ്ട്. എന്താണ് ഫ്രാൻസിസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ ഉദാഹരണം ഫ്രാൻസിസ് ടർബൈനാണ്. എന്നാൽ എന്താണ് ഇമ്പൾസ് ടർബൈന് ഉദാഹരണം ഏതാ, പെൽട്ടൺ വീല് അല്ലെ, പെൽട്ടൺ വീലാണ്. ആ ബക്കറ്റ് പോലെ ഉണ്ടാവും, അതിലേക്ക് അടിക്കാൻ ചെയ്യുക. ഫ്രാൻസിസ് ടർബൈനാണ് ഒന്നാമത്തത് റിയാക്ഷൻ ടർബൈൻ. അതിലെന്താണ് ഉപയോഗിക്കുന്നത് എവിടെയെന്നുള്ളത് ഓർത്ത് വെക്കുക, ലോ ആൻഡ് മീഡിയം ഹെഡിലാണ്. രണ്ടാമത്തത് കപ്ലാൻ ടർബൈൻ, ഫ്രാൻസിസും കപ്ലാനും, ഇതാണ് റിയാക്ഷൻ ടർബൈൻ്റെ ഉദാഹരണങ്ങൾ. കപ്ലാൻ ടർബൈൻ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഫോർ ലോ ഹെഡ് ആൻഡ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഉണ്ട്, പക്ഷേ ഹെഡ് എന്താണ് വളരെ കുറവാണ്. അങ്ങനത്തെ സ്ഥലത്താണ് കപ്ലാൻ ടർബൈൻ ഉപയോഗിക്കുക. ഇനി ഒരു ഡ്രാഫ്റ്റ് ട്യൂബ്, ഈ റിയാക്ഷൻ ടർബൈനിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു, ഇൻ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ ദർ ഈസ് എ പ്രഷർ ഡിഫറൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ വാട്ടർ ഇൻ ദി ടർബൈൻ ആൻഡ് അറ്റ്മോസ്ഫിയറിലും വാട്ടർ ഉള്ളിൽ ടർബൈൻ്റെ ഉള്ളിലെ വാട്ടറും തമ്മിൽ എന്ത് ഉണ്ടാവും, ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. ആ പ്രഷർ ഡിഫറൻസ് ഇല്ലാതാക്കാനും വേണ്ടി ഈ ടർബൈനിൽ എന്ത് ചെയ്യും, ഇത് ടർബൈൻ കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി എന്താണ് നമ്മൾ എൻക്ലോസ് ആയിട്ടായിരിക്കും കൊടുക്കുക. അല്ല ഈ അക്കോർഡിംഗ് ടു നെസസറിലി ടു കണക്ട് ദ ടർബൈൻ ഔട്ട്ലെറ്റ്, ഈ ടർബൈൻ്റെ ഇതാണ് ടർബൈനിൽ എന്താണ് വാട്ടർ വന്നിട്ട് എന്താണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് അല്ലേ, പുറത്തേക്ക് പോകണ്ടേ, ഈ ഔട്ട്ലെറ്റ് എന്ത് ചെയ്യും, ആദ്യം പിന്നെ വളരെ കുറവും ക്രോസ് സെക്ഷണൽ ഏരിയ കുറവും, പിന്നെന്ത് ചെയ്യും കൂടിക്കൂടി വരും, കൂടിക്കൂടി എന്താണ് ആദ്യം പാസേജ് എന്താണ് ബൈ മീൻസ് ഓഫ് പൈപ്പ് ഓർ പാസേജ്, ഒരു പൈപ്പോ ഇത് ഔട്ട്ലെറ്റ് എന്തായിരിക്കും, ചിലപ്പോൾ ഒരു പൈപ്പായിരിക്കും അല്ലെങ്കിൽ പാസേജ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണ്, ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഏരിയ അപ് ടു ട്രെയിൽ റേസ് അല്ലേ, ട്രെയിൽ റേസിൻ്റെ അങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടും.
അതെന്തിനു വേണ്ടിയാണ് നമ്മൾ പറഞ്ഞു എന്താണ് ഇത് പിന്നെ ടർബൈനിൻ്റെ ഉള്ളിലെയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലെയും പ്രഷർ ഈക്വലാക്കാനും വേണ്ടി ഇങ്ങനെ എന്താണ് ഇവ ആദ്യം ക്രോസ് സെക്ഷനിലെ കുറവും പിന്നെ കൂടി വരും. പിന്നെ ഡ്രാഫ്റ്റ് ട്യൂബാണ് സാധാരണ ഉപയോഗിക്കുക. ഡ്രാഫ്റ്റ് ട്യൂബ് ഇതാണ് സാധനം. അങ്ങനെയാണ് നമ്മൾ പറയുക. ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ആദ്യം പിന്നെ കുറവായിരിക്കും ക്രോസ് സെക്ഷൻ ഏരിയ, പിന്നെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടി വരും. ഇത് ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ എന്താണ് പ്രഷർ അല്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷറും ടർബൈനിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ പ്രഷറും ഈക്വൽ ആക്കാനും വേണ്ടിയാണ് ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കുന്നത്. അതെവിടെ ഉപയോഗിക്കൽ? റിയാക്ഷൻ ടർബൈനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇതാണ് റിയാക്ഷൻ ടർബൈനിൽ ഫ്രാൻസിസ് ടർബൈനാണ്. വാട്ടർ ഇവിടെ വരും, എന്താണ് ഇതിലൂടെ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ എന്താണ് ഇല്ലേ, വാട്ടർ ഇങ്ങനെ പോയിട്ട് താഴേക്ക് പിന്നെ ബാക്കിയുള്ള വാട്ടർ എന്ത് ചെയ്യും, ഇതിലൂടെ ഒഴുകിയിട്ട് വാട്ടർ താഴേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ ആയിരിക്കും പിന്നെ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടാകുക, ഇവിടെയാണ്. അപ്പോൾ ഫ്രാൻസിസ് ടർബൈൻ എന്താണ് ഇവിടെ നോക്കുക, മറ്റേലുള്ള ഒരു പെൽട്ടൺ വീലല്ല, ഇവിടെ എന്താണ് വെയിനുകളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതിലൂടെ ഒഴുകുമ്പോൾ എന്ത് ചെയ്യും, ഇത് കറങ്ങാൻ തുടങ്ങും. ഇത് ഷാഫ്റ്റ്, അപ്പോൾ ഈ ഷാഫ്റ്റ് കറങ്ങും. ഷാഫ്റ്റ് എന്ത് ചെയ്യും, ആൾട്ടർനേറ്റീവിലായിരിക്കും കൊടുത്തത്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ചിത്രം. എന്താണ് ആ വെയിന് അല്ലേ, ഇതാണ് ആ വെയിന്. ഇതിലൂടെ പിന്നെ വാട്ടർ ഒഴുകുമ്പോൾ എന്ത് ചെയ്യും, ഇത് അതിൻ്റെ റിയലി ഉള്ള ഫോട്ടോ ആണ് ഫ്രാൻസിസ് ടർബൈൻ. അത് ഉപയോഗിക്കുക ലോ ആൻഡ് മീഡിയം ഇതിലാണ് ഉപയോഗിക്കുക. ഇനി കപ്ലാൻ ടർബൈൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ വാട്ടർ വന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ ഒന്ന് കറങ്ങുമ്പോൾ ഈ സാധനം കറങ്ങും, ബാക്കിയുള്ള ടൈൽ റേസിലേക്ക് പോകും. ഇതാണ് കപ്ലാൻ ടർബൈൻ. അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. അതിൻ്റെ എന്താണ് ഈ വീല് അല്ലേ, ആ വീല് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്ലാൻ ടർബൈനാണ് ഇത് ഉപയോഗിക്കുക. എന്താണ് ലോ ഹെഡിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, ലോ ഹെഡിൽ കപ്ലാൻ ടർബൈനാണ്. ലോ ആൻഡ് മീഡിയം ഹെഡിൽ എന്താണ് ഫ്രാൻസിസ് ടർബൈനാണ്. ഹൈ ഹെഡിൽ ഇമ്പൾസ് ടർബൈൻ, അതിൽ പെൽട്ടൺ വീലാണ് ഉപയോഗിക്കുക. അപ്പോൾ റിയാക്ഷൻ ടർബൈനിൽ 2 ടൈപ്പ്. ഇമ്പൾസ് ടർബൈൻ ഹൈ ഹെഡിൽ ഉപയോഗിക്കുന്നതാണ് പെൽട്ടൺ വീല്. പിന്നെ റിയാക്ഷൻ ടർബൈനിൽ ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈൻ. ഫ്രാൻസിസ് ടർബൈൻ ലോ ആൻഡ് മീഡിയം ഹെഡിലും കപ്ലാൻ ലോ ഹെഡിലാണ് ഉപയോഗിക്കുക. ഇനി ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റാണ് നമുക്ക് അറിയേണ്ടതാണ്. ആൾട്ടർനേറ്റർ, ട്രാൻസ്ഫോമർ, സർക്യൂട്ട് ബ്രേക്കർ, സ്വിച്ചിങ്, ഇതിനൊക്കെയാണ് ഇലക്ട്രിക് ടർബൈൻ. ഈ കാണുന്നത് എന്താണ് ആൾട്ടർനേറ്ററാണ്. വലിയ ആൾട്ടർനേറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നെ ഇത് ആർമേച്ചറും ഇത് ഫീൽഡുമാണ്. ഫീൽഡിൻ്റെ പിന്നെ എന്താണ് പോളുകളാണ് ഈ കാണുന്നത്. പിന്നെ എന്താണ് ആർമേച്ചറും ഉണ്ടാവും, വലിയതായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ് ഈസ് നോ ഫ്യൂവൽ ഓഫ് അല്ലേ ആസ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ദ ജനറേഷൻ. ഇതിനെന്തില്ല, ഫ്യൂവലൊന്നും നമുക്ക് ആവശ്യമില്ല. വാട്ടറാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ, വാട്ടർ ആയതുകൊണ്ട് നീറ്റാണ്, ക്ലീനാണ്. പിന്നെ എന്തില്ല, പുകയില്ല, ആഷോ ഒന്നുമില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ തന്നെ ഇറ്റ് ഗെറ്റ്സ് വെരി സ്മാൾ റണ്ണിങ് ചാർജ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണ്, നമ്മൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, വാട്ടറാണ്. അതുകൊണ്ട് അവിടെ കെട്ടി നിർത്തിയതാണ്. അതുകൊണ്ടൊന്നുമില്ല, റണ്ണിങ് ചാർജ് വളരെ കുറവാണ്. പിന്നെ എന്താണ്, കമ്പാരിറ്റീവ് സിമ്പിൾ കൺസ്ട്രക്ഷനാണ്, റിക്വയർ ലെസ് മെയിൻ്റനൻസ് മതി. അതുപോലെ തന്നെ ഡസ് നോട്ട് റിക്വയർ ലോങ് സ്റ്റാർട്ടിംഗ് ടൈം ലൈക്ക് എ സ്റ്റീം പവർ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത് പോലെ എന്തില്ല ലോങ് പിന്നെ സ്റ്റാർട്ടിംഗ് ടൈം വേണ്ട. കാരണം എന്താണ്, ഇത് വെള്ളം കെട്ടി നിർത്തി പെട്ടെന്ന് തുടങ്ങാവുന്നതാണ്. അപ്പോൾ തന്നെ റോബസ്റ്റ് ആൻഡ് ഹാസ് ലോങ്ങർ ലൈഫ് ഉണ്ട്. പിന്നെ സച്ച് പ്ലാന്റ് സെർവ്സ് മെനി പർപ്പസ്. കൂടുതൽ അല്ല, ഇതിന് മാത്രമല്ല, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ മാത്രമല്ല, കൂടുതൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. എന്തൊക്കെയാണ്, ദേ ആൾസോ ഹെൽപ്പ് ഇറിഗേഷൻ ആൻഡ് കൺട്രോളിങ് ഫ്ലഡ് അല്ലേ, പിന്നെ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാം. അതാണോ, അതുപോലെ തന്നെ ഇറിഗേഷൻ പർപ്പസിന് അല്ലേ, നമുക്ക് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തന്നെ സച്ച് പ്ലാന്റ് റിക്വയർസ് എ അറ്റൻഷൻ ഓഫ് ഹൈലി സ്കിൽഡ് പേഴ്സൺ അറ്റ് ദി ടൈം ഓഫ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് മാത്രം ഹൈലി സ്കില്ലായിട്ടുള്ള പേഴ്സൺ മതി. ഓപ്പറേഷൻ്റെ സമയത്ത് എന്താണ്, ഫ്യൂ എക്സ്പീരിയൻസ് പേഴ്സൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അതാണ് അഡ്വാൻറ്റേജുകൾ. ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഹൈ ക്യാപിറ്റൽ കോസ്റ്റ്. എന്താണ്, സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യണം, ഹൈ കോസ്റ്റ് ഇത് വേണം, ഡാം കൺസ്ട്രക്ട് ചെയ്യാനും ഇതിനൊക്കെ. അപ്പോൾ എന്താണ്, ഹൈ സ്റ്റാർട്ടിങ് കോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അൺസർട്ടൻലി അബൌട്ട് ദി ഹ്യൂജ് എമൗണ്ട് ബട്ട് ഡിപ്പെൻഡ് ഓൺ ദ വെതർ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഹൈ എമൗണ്ട് വാട്ടർ വേണം. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത്, പ്ലാന്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡും ആൻഡ് സ്കില്ലായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും വേണം. പിന്നെ എന്താണ്, റിക്വയർസ് ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെ, ട്രാൻസ്മിഷൻ ലൈന് കോസ്റ്റ് കുറച്ച് കൂടുതൽ വേണം. അതാണ് കാരണം. എന്താണ്, ഈ പ്ലാന്റ് ഉണ്ടാവുക ഹിൽ ഏരിയയിലായിരിക്കും. അവിടെ നിന്ന് എന്ത് ചെയ്യണം, കൺസ്യൂമർ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും.
അപ്പം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചോയ്സ് നമ്മൾ സൈറ്റ് പിന്നെ നോക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ ചിത്ര സഹിതമുള്ള അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്തൊക്കെ വേണം ഇലക്ട്രിക് പ്ലാന്റിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ തന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് നിർബന്ധമായും കേട്ട് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിലുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വരണമെന്ന് ചോദിച്ചാൽ ഒന്ന് ടാങ്കിലെ പൊട്ടൻഷ്യൽ എനർജി എവിടെ ഉണ്ടാക്കണം, ടാങ്ക് കെട്ടിയെടുത്തിട്ടുണ്ടാക്കുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കുന്നത്. പിന്നെ എന്താണ് ഹൈ ഹെഡിൽ നിന്ന് എന്താണ് പെൻസ്റ്റോക്ക് വഴി അല്ലേ, പെൻസ്റ്റോക്ക് വഴി താഴേക്ക് വെള്ളത്തിന് ഒഴുക്കുമ്പോൾ അവിടെ കൈനറ്റിക് എനർജിയായി മാറുന്നു. അപ്പോൾ പെൻസ്റ്റോക്കിലാണ് കൈനറ്റിക് എനർജിയായി മാറുന്നത്. പിന്നെ എന്താണ് ടർബൈൻ ആണ് എന്ത് പറയുക ഈ കൈനറ്റിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് എനർജിയെ ഇതാക്കി മാറ്റുന്നത്, മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത് ടർബൈനാണ്. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത് എന്താണ് ആൾട്ടർനേറ്ററാണ്. അങ്ങനെ പിന്നെ എന്താണ് സർജ് ടാങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇല്ല സർജ് ടാങ്ക് എവിടെയാണ് ഉണ്ടാവുക എന്താണ് അതിൻ്റെ ആ കാര്യങ്ങൾ ക്വസ്റ്റ്യനിലുണ്ട്. അതുപോലെ തന്നെ പെൻസ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള ഉണ്ട്. അതുപോലെ തന്നെ ഹൈ ഹെഡിൽ ഉപയോഗിക്കുന്ന ടർബൈൻ ഏതാണ്, അല്ലെ ഇമ്പൾസ് ടർബൈനാണ്. റിയാക്ഷൻ ടർബൈൻ ഇവിടേക്കാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഇമ്പൾസ് ടർബൈന് ഉദാഹരണം എന്താണ് പെൽട്ടൺ വീലാണ്. പിന്നെ റിയാക്ഷൻ ടർബൈൻ ഉണ്ട്. റിയാക്ഷൻ ടർബൈൻ ഉപയോഗിക്കുന്നത് എന്താണ് ഫ്രാൻസിസും കപ്ലാനും. ഫ്രാൻസിസ് ആണെങ്കിൽ ലോ ആൻഡ് മീഡിയം ഹെഡിൽ ഉപയോഗിക്കുന്ന കപ്ലാണ് ലോ ഹെഡ്. ഈ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഓർത്ത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.